ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം നോമ്പിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ സ്വകാര്യ താല്പര്യങ്ങളിൽ പലതും വർജിക്കപ്പെടുകയും പകരം ദൈവഹിതം ജീവിതങ്ങളിൽ നിറവേറ്റപ്പെടുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായി മാറുന്നത്. ഇന്നത്തെ ധ്യാനം അതിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് ഇപ്രകാരം പറയുമ്പോൾ അവർ ശരിയായ വിശ്വാസത്തിലൂടെ ക്രൈസ്തവ ജീവിതം ആരംഭിച്ച് പിന്നെയും പഴയ ജീവിതത്തിലെ നിയമങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയിലേക്ക് മടങ്ങിപ്പോയ ജീവിത സാഹചര്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കപ്പെടുന്നത് ക്രൂശിലൂടെയാണ്. ക്രൂശാണ് കേന്ദ്രബിന്ദു. നാം ഓരോരുത്തരും അവിടുത്തെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെത്താൻ ത്യജിച്ച് നമ്മുടെ ക്രൂശ് എടുത്ത് അനുഗമിക്കുവാനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. ക്രൂശിൻ്റെ ജീവിത അനുഭവമാകണം നമ്മുടെ ഓരോ നാളുകളും. അപ്പോസ്തലനായ പൗലോസ് പിന്നെയും പറയുന്നു, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഈ ജീവിതം പലതും നേടിയെടുക്കുവാനുള്ളതല്ല, മറിച്ച് ഉപേക്ഷിക്കപ്പെടുന്നതാകണം. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുമ്പോൾ ക്രൂശിന് തടസ്സമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു. അപ്പോഴാണ് ക്രിസ്തുവിൽ ജീവിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം നമ്മെ അതിനായി ഒരുക്കട്ടെ. ആമേൻ.